ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്താ എന്താ ഇവിടെ? എന്തിനാ ഈ ബാഗ് നോക്കി നിൽക്കുന്നേ? ഈ അമ്മ ഒറ്റൊരാളാ ഇതിനെല്ലാം കാരണം. അച്ഛനോട് അമ്മ പറഞ്ഞതെല്ലാം സ്നേഹ ആന്റി കേട്ടു. ഇങ്ങനെ അപമാനിക്കുന്ന രീതിയില് ഇവരെ കുറിച്ച് പറഞ്ഞ ഇവര് പിന്നെ എന്ത് ചെയ്യണം? എനിക്കിതിലിടപെടാൻ എന്തെങ്കിലും യോഗ്യതയുണ്ടോന്ന് അറിയില്ല. പക്ഷേ മീരടുത്ത് പറഞ്ഞത് കുറച്ച് കൂടിപ്പോയി. ആർക്കായാലും ഇത് സഹിക്കാൻ പറ്റില്ല. എടി മീരേ, നീ എന്തൊക്കെയാടി കാണിച്ചു കൂട്ടുന്നത്? ഈ കുടുംബം നശിപ്പിക്കാൻ വേണ്ടിയാണോ നീ ഓരോന്നൊക്കെ ചെയ്തു കൂട്ടുന്നത്? എടി, ഇവരൊന്നുമില്ലാതെ നമുക്കിവിടെ ജീവിക്കാനാവോ? ഇവരിവിടുന്ന് ഇറങ്ങിപ്പോയാ സേതുവിന്റെ ആത്മാവ് നമ്മളോട് ക്ഷമിക്കുവോ? ആരോട് എന്താ പറയേണ്ടെന്ന് അറിയാതെ നിനക്ക് നല്ല ചുട്ട് അടിവെച്ച് തരിക വേണ്ടത്. അതെ, അടിക്കണം. എല്ലാവരും കൂടി എന്നെ അടിച്ചു കൊല്ലണം. നഷ്ടങ്ങളൊക്കെ എനിക്ക് മാത്രമാണല്ലോ. ഇപ്പൊ ഞാൻ പറഞ്ഞത് മാത്രമായി ഇവിടെ കുറ്റം. എടി, മീരടുത്ത് പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. ഞങ്ങളെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു. ഇത്രയും കാലം നിങ്ങളുടെയൊക്കെ അവതാരത്തെ ഈ വീട്ടിൽ ജീവിക്കാൻ പറ്റി. എന്റെ അച്ഛൻ വരുത്തി വെച്ച കടങ്ങൾ തീർക്കാൻ മീരടത്തിന്റെ കയ്യില് അവസാനത്തെ പണം പോലും ചെലവായി. അതൊന്നും തിരിച്ചു തരാനുള്ള ശേഷിയോ കഴിവോ ഞങ്ങൾക്കില്ല. പക്ഷെ ഇത്തുൽ കണ്ണി പോലെ അനൂപേട്ടന്റെ വിയർപ്പിന്റെ തണലിൽ ഉണ്ടും ഉറങ്ങിയും അഗതിയെ പോലെ ഈ വീട്ടിൽ ജീവിക്കാൻ എനിക്ക് വയ്യ. എന്താ മോളെ നീ പറയുന്നേ? നമ്മളെല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്നവരാ. ആരെന്ത് പറഞ്ഞാലും കേൾക്കുമെന്നല്ലാതെ വേറെ മാർഗമില്ല. ധനുഷ് നീയും കൂടെ ഇവിടെ നിന്ന് ഇറങ്ങി എങ്ങോട്ട് പോവും? അതോർത്ത് ഏട്ടൻ വിഷമിക്കണ്ട. എനിക്കൊരു കാര്യം പറയാനുള്ളൂ. അത് ഞാൻ എന്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ച പാഠമാ. മറ്റാരുടെ അധ്വാനത്തിന്റെ ഭാഗം പറ്റി ജീവിച്ച് മരിച്ചുപോയ നമ്മുടെ അച്ഛന് പേരുദോഷം കേൾപ്പിക്കരുത്. ജീവിച്ചിരിക്കുമ്പോ നമ്മുടെ അച്ഛൻ ഒരാളുടെ മുന്നിലും തല കുനിച്ചിട്ടില്ല. അന്തസ് കേട്ട് ഒരിക്കലും ജീവിച്ചിട്ടില്ല. എപ്പോഴെങ്കിലും ഏട്ടൻ അങ്ങനെ ജീവിക്കേണ്ടി വന്ന ഒന്നെങ്കിൽ ധൈര്യപൂർവ്വം ഒരു തീരുമാനം എടുക്കണം, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യണം. സ്നേഹേ, ഇതിന് മാത്രം ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായേ? ദേ, ഞങ്ങൾ തമ്മിലൊരു വഴക്കുണ്ടായി. അവളുടെ മനസ്സിലുണ്ടായിരുന്ന വിഷമം മുഴുവൻ അവൾ എന്നോട് പറഞ്ഞു. അത് കേട്ടിട്ട് മോൾ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കരുത്. ഇവളുടെ സ്വഭാവം നിങ്ങൾക്ക് അറിയുന്നല്ലേ.